ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാരയുടെ എല്ലാ കേൾവിക്കാർക്കും സ്നേഹവന്ദനം. സംഭവബഹുമായ ഒരു വർഷം നാം പിന്നിടുകയാണ്. ലോകത്ത് എവിടെ നോക്കിയാലും കൊള്ളയും കൊള്ളിവയ്പും അക്രമങ്ങളും യുദ്ധവും യുദ്ധശ്രുതികളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ബന്ദികളാക്കപ്പെടുന്നവർ, ക്രൂര പീഡനങ്ങൾക്ക് ഇരയാകുന്നവർ, സിരിച്ചടി ഏറ്റുവാങ്ങി തകർന്നടിഞ്ഞ വസതികൾ, മരിച്ചു വീഴുന്ന ജനങ്ങൾ, തകർന്നടിയുന്ന രാജ്യങ്ങൾ, ഭരണാധികാരികൾ, ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട ജനങ്ങൾ, ഇതൊക്കെ ദിവസേന നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അവസാന കാലത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് കാലമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് ലോകത്തെവിടെയും നടക്കുന്ന സംഭവവികാസങ്ങൾ നൊടിയിടയിൽ നമ്മിലേക്ക് എത്തുന്നു. ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അന്ത്യകാല പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അവസാനത്തിൻ്റെ ആരംഭമായി ഇതൊക്കെയും നടക്കുകയും ലൈവായി നാം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്കുള്ള ഒരു മുന്നറിയിപ്പുണ്ട്: എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. ധൈര്യമായിരിക്കാം. പ്രത്യാശയോടും വിശ്വസ്തയോടും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം. മത്തായി 24-ന്റെ 14-ാം വാക്യം നമുക്ക് ഒരു സാക്ഷ്യമായി സ്വീകരിക്കാം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ വചന നിവർത്തിയുടെ ഭാഗമാകാൻ ഭാഗ്യവചനധാര എന്ന ഈ പരമ്പരയിലൂടെ നമുക്കും അവസരം ലഭിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ അനേകർക്ക് രൂപാന്തരത്തിന് കാരണമാകുന്നു. അനേകർ അത് സ്വീകരിക്കുന്നു. ക്രിസ്തുവിനെ അറിയുകയും അനേകർ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്നതായി നാം വാർത്തകളിലൂടെ അറിയുന്നു. ഇറാൻ, ഇറാഖ് തുടങ്ങിയ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു മാറ്റിയ പലയിടത്തും ദൈവശക്തി വ്യാപരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അനേകർ ആകൃഷ്ടരാകുന്നു. ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ സംഖ്യ കൂടി വരുന്നതായി വാർത്തകളിൽ കാണാം. അന്ത്യകാലത്ത് എല്ലാ നാവും യേശു തന്നെ കർത്താവ് എന്ന് വിശ്വസിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്നതും അന്ത്യകാല പ്രവചനത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്: നാം ദൈവകൃപയിലാണ് നിൽക്കുന്നത് എന്നതാണത്. അത് നമ്മെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. പ്രത്യാശ നൽകുന്നതാണല്ലോ ദൈവവചനം. 23-ാം സങ്കീർത്തനം പ്രത്യാശയിലൂടെ നമ്മെ വഴി നടത്തുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന ബോധ്യത്തിലൂടെയാണ് ഞാൻ പ്രത്യാശയിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഫലമോ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന ഉറപ്പും. എൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും വഴി നടത്തുന്ന ദൈവകൃപ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. ഒടുവിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന വലിയ പ്രത്യാശയിൽ നമ്മെ എത്തിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നാം തുടർച്ചയായി കാണുന്നത് എന്നോട് കൃപയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്. 51-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. 31-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിലും നാം ഇത് തന്നെ കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ യേശു നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ന്റെ 10-ലും ഇങ്ങനെ കാണാം: എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന് നാം വായിക്കുന്നു. നമുക്ക് ധൈര്യമായി പറയാം, ഞാൻ നിൽക്കുന്നത് ദൈവകൃപയിലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമാകില്ല.
എനിക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. പ്രത്യാശയോടെ നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. സമാധാനവും സന്തോഷവും നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.